ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരോട് ബെഡ്റൂമിൽ താല്പര്യം കുറയാനുള്ള ഭാര്യമാർ ചെയ്ത 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിത് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ സ്ഥിരമായിട്ട് ക്ലിനിക്കിൽ കിട്ടുന്ന കുറച്ച് കൗൺസിലിംഗ് കേസസ് ഉണ്ട്. അവർ പറയുന്ന സങ്കടമാണ്, ഡോക്ടറെ എൻ്റെ ഹസ്ബൻഡിന് എന്നോട് താല്പര്യമില്ല, എന്താണെന്ന് അറിയില്ല, പണ്ടത്തെ സ്നേഹമില്ല, ഞങ്ങൾ എന്തൊരു സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ആളുകളാണെന്നറിയോ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാറില്ല, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാറില്ല, ഞങ്ങൾ തമ്മിൽ എന്തോ ഭയങ്കര കീരിയും പാമ്പും ആയ പോലെയാണ്, ഭയങ്കര ശത്രുതയുള്ള എന്തോ ഒരു ദേഷ്യം വന്ന പോലെയാണ്, ഞങ്ങൾ തമ്മിലൊരു എന്തോ ഒരു മതിൽ കെട്ടിപ്പടുത്ത പോലെയാണ്, പരസ്പരം ഒന്നും ഫീൽ ചെയ്യാത്ത ആളുകളെ പോലെ ആയിട്ടുണ്ട്, എന്താ കാരണം എന്നറിയില്ല എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുക. അപ്പം അവരോട് ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് അവർ പറയും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാലമായില്ലേ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭർത്താക്കന്മാർക്ക് ഈ ഒരു വിരക്തി തോന്നുന്നത്, മടുപ്പ് തോന്നുന്നത് നോർമൽ അല്ലേ എന്നുള്ള രീതിയിൽ എല്ലാവരും അതിനെ നോർമലൈസ് ചെയ്യുകയാണ്. പക്ഷേ ശരിക്കും കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലമായിട്ടും അങ്ങനെ ഒരു വിരക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മടുപ്പോ ഇല്ലാത്ത എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്ന ചോദ്യം. സോ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള 5 തെറ്റുകൾ നിങ്ങളെ ലൈഫിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അത് തിരുത്തണം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള ചാൻസസ്, ഒരേ വീട്ടിൽ ഒരേ റൂമിൽ 2 സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ജീവിക്കുന്ന പോലെയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പം ഈ 5 മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നിസ്സാരമാക്കി കളയുന്ന ചില കാര്യങ്ങളാണ്. ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഭർത്താക്കന്മാർ നമ്മളെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ എനിക്ക് സ്നേഹിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും അവളെടുത്തുനിന്ന് വരുന്ന വാക്കുകളാണ്. അവർ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പോലും ആലോചിക്കാത്ത രീതിയിലാണ് എന്നോട് സംസാരിക്കാറുള്ളത്. ഒരു ബഹുമാനം എന്ന് പറയുന്ന സാധനം എനിക്കില്ല. ഭയങ്കരമായിട്ട് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിന് വിമർശനങ്ങളാണ്. എന്നോട് നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്നെ വിമർശിക്കാതിരുന്നൂടെ? ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്നുള്ളത് എപ്പോഴും ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ തിരുത്തേണ്ടതുണ്ടോ? ഞങ്ങൾക്കൊരു പ്രൈവസി ഉണ്ടാകുന്ന സമയത്ത് ഇത് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഭർത്താക്കന്മാർ പറയാറുണ്ട്. സോ ഏതൊരു പുരുഷനെ പോലെ തന്നെ സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് പരസ്പരം ബഹുമാനത്തോടു കൂടെ സംസാരിക്കുക എന്നുള്ളത്. അതിനർത്ഥം ചേട്ടാ, മോളെ, അല്ലെങ്കിൽ ഇക്ക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക എന്നുള്ളതല്ല. ഈ വിളികൾ വെറും വിളികൾ മാത്രമാണ്. അതിൽ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ കാണിക്കുന്ന ബഹുമാനം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ വാക്കുകൾക്ക് 0 മൂല്യമാണുള്ളത്. ഒരു മൂല്യവും ഇല്ലാത്ത രീതിയിലുള്ള സംസാരമാണത്. സോ എപ്പോഴും ആ ഒരു വാക്ക് ഞാൻ എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹേർട്ട് ആവുമോ എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി ചിന്തിച്ചിട്ട് വേണം നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾ സംസാരിക്കാൻ എന്നുള്ളതാണ് എപ്പോഴും പറയാനുള്ളത്. നമ്മൾ തമ്മിൽ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എപ്പോഴും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരേ കൾച്ചറിൽ വളർന്ന ആളുകളല്ല, നിങ്ങൾ ഒരേ രീതിയിൽ വളർന്ന ആളുകളല്ല, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ വളർത്തിയ രീതികളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇവിടെയും ഇങ്ങനെ തന്നെ ആവണം എന്നൊരു വാശിയോ നിർബന്ധമോ ഇല്ല. നമ്മൾക്ക് 2 പേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ, അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതല്ല, മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ പൂർണ്ണ ബോധ്യത്തോടു കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ബഹുമാനം എന്ന് പറയുന്ന വാക്ക് വരുള്ളൂ. അപ്പോൾ ഇത് ഇത്രത്തോളം ബഹുമാനത്തിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഈഗോസ് ഹേർട്ട് ആവുകയാണ്. ഈ ഈഗോ ഹേർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മിണ്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ ആവാൻ ചാൻസ് കൂടുതലും. ഈ പറഞ്ഞ വാക്കുകൾ ഉള്ളിൽ എന്നും ഒരു നീറ്റലായിരിക്കും. വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, വേറെ എത്ര സന്തോഷം ഉണ്ടെങ്കിലും, അവൾ എന്നാലും എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അവൻ എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള ഈ ഒരു സാധനം മനസ്സിലെപ്പോഴും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഇല്ലാണ്ടാവുകയും, ഈ ഇമോഷണൽ ഇൻറ്റിമസി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് സെക്ഷുവലി ആ ഒരു ഉണർവില്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ടും ഇത് മാറാറുണ്ട്. പലപ്പോഴും കൗൺസിലിങ്ങിൽ അല്ലെങ്കിൽ പലപ്പോഴും ഉദാഹരണക്കുറവ് പ്രശ്നമായിട്ട് ആൾ വരുന്ന സമയത്ത് അവരോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ ഓപ്പണായിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് താല്പര്യക്കുറവുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യ, പൊതുവേ ഇത് തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയുകയല്ല, പൊതുവേ പുരുഷന്മാർക്ക് ഏതൊരു സ്ത്രീയെ അല്ലെങ്കിൽ കാണാൻ കൊള്ളുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ഉദാഹരണം വരാറുണ്ട്. അത് നോർമലാണ്, ഹ്യൂമൻ സൈക്കോളജിയാണ്. സോ
ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ടൈമിൽ അവരോട് നമ്മൾ ചോദിക്കേണ്ടി വരാറുണ്ട്, നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് മാത്രമാണോ, അതോ പൊതുവേ നിങ്ങൾക്ക് ഉദാഹരണക്കുറവുണ്ടോ എന്നുള്ളത്. പലപ്പോഴും പല ഹസ്ബൻഡുമാരും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ എനിക്ക് ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് അവളുടെ അടുത്ത് എടുത്തുമ്പോൾ മാത്രമാണ് എനിക്ക് ഉദാഹരണം ഇല്ലാത്ത പ്രശ്നം. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് അവളോട് ദേഷ്യമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഡീപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർ തമ്മിൽ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ തമ്മിലുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ബഹുമാനമുള്ളതും അതേപോലെ തന്നെ മറ്റേ ആൾക്ക് കരുതലോടുകൂടെ വേണം സംസാരിക്കാൻ. കാരണം നിങ്ങൾ എന്നും ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ആ ഒരു പറഞ്ഞ വാക്ക്, വായന്ന് വിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എപ്പോഴും മുറിവേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയതുപോലെ തന്നെയാണ് പുരുഷന്മാർക്കും സ്പർശനം അല്ലെങ്കിൽ സംസാരം അല്ലെങ്കിൽ ആ ഒരു സ്നേഹപ്രകടനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹസ്ബൻഡ് മാത്രമാണ് അല്ലെങ്കിൽ ഭർത്താവ് മാത്രമാണ് ഭാര്യയ്ക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്. എന്നോട് പല ഭാര്യമാരും എന്നെ പറയാറുണ്ട്, ഡോക്ടറെ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൈ പിടിക്കില്ല, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോൾ നോർമലായിട്ട് സംസാരിക്കില്ല, ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കുന്ന പോലെയാണ്. ബെഡ്റൂമിലാണെങ്കിൽ ആൾ നേരെ തിരിച്ചാണ്. ഇതേ പരാതിയുള്ള ഭർത്താക്കന്മാരുണ്ട്. ഭർത്താക്കന്മാരെന്താ പറയുക, അവൾക്ക് എൻ്റെ കൈ വന്ന് പിടിച്ചാൽ ഞാൻ ഒരു തട്ടി മാറ്റാൻ പോകുന്നില്ല, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ എന്താ, എന്നോട് പുറത്ത് നിന്ന് സംസാരിച്ചാൽ എന്താ, ബെഡ്റൂമിനുള്ളിൽ മാത്രമാണോ ഞങ്ങൾ സംസാരിക്കേണ്ട സ്ഥലം എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അതേപോലെ തന്നെ അവർ ഒരുപാട് ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ഫോർ പ്ലേ എന്ന് പറയുന്ന സാധനം ഭർത്താവിന് ഭാര്യയ്ക്ക് മാത്രം കൊടുക്കേണ്ട സാധനമല്ല, ഭാര്യയ്ക്ക് തിരിച്ചും കൊടുക്കാവുന്നതാണ്. ഫോർ പ്ലേ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ ബെഡ്റൂമിൽ നിങ്ങളെ പ്രൈവറ്റ് പാർട്സിൽ മാത്രം നടക്കുന്ന സാധനമല്ല. ഒരു ചുംബനാണെങ്കിൽ പോലും, ഒരു കെട്ടിപ്പിടുത്താണെങ്കിൽ പോലും അതൊരു ഫോർ പ്ലേ ആണ്, അതൊരു സ്നേഹപ്രകടനമാണ്. ആ സ്നേഹപ്രകടനത്തിനെയാണ് നമ്മൾ ഫോർ പ്ലേ എന്ന് വേണമെങ്കിൽ ഓമന പേരിട്ട് വിളിക്കുന്നത്. കാരണം ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ സെക്ഷുവലി മാത്രമല്ല, എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി, അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്, ഞാൻ എന്തൊക്കെയാണെങ്കിലും എന്നെ ഞാനായിട്ട് അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഏതൊരു ഭർത്താവും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി ആരെങ്കിലും കാണുമോ, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, എങ്ങനെ പോയാലും അത് നിങ്ങളെ ഹസ്ബൻഡ് തന്നെയാണ്. ഞാൻ നിങ്ങൾ ഓവറായിട്ട് എന്തോ ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിരിക്കുക, സംസാരിക്കുക. എപ്പോഴും പുരുഷന്മാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയ സ്പർശനം എന്നുള്ളത്. ചിലപ്പോൾ ഒരു ഡീപ്പായിട്ട് കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ജസ്റ്റ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരൊന്ന് തൊട്ടാൽ പോലും അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സമാധാനം, ഒരു സന്തോഷമുണ്ട്. ഓക്കെ, ഐ ആം സ്റ്റിൽ ഇൻട്രസ്റ്റഡ്, എന്നിൽ എൻ്റെ വൈഫ് സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത് തന്നെ അവർക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ സംസാരത്തിലാണെങ്കിലും നിങ്ങൾ എന്നും നിങ്ങളെ നിത്യേനയുള്ള ജീവിതത്തിൽ ഇടപഴകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ പറയാനുള്ളതാണ് താരതമ്യം ചെയ്യുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പല ഭാര്യമാരും പറയുന്നൊരു, അല്ലെങ്കിൽ പല ഭർത്താക്കന്മാരും പറയുന്നൊരു പരാതിയാണ്, ഡോക്ടറെ ഞാൻ ഓക്കെ ആയിരുന്നു, എൻ്റെ വൈഫിൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്, എൻ്റെ സാലറിയിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്, പക്ഷേ എൻ്റെ വൈഫ് ഇതിലൊന്നിലും ഹാപ്പിയല്ല. എപ്പോഴും അവളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട് ഇങ്ങനെയാണ്, നിങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ലല്ലോ, നിങ്ങൾ എന്താ ഉണ്ടായിട്ട് കാര്യം, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള താരതമ്യം ഭയങ്കരമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയാസിൽ കാണുന്ന ഓരോ ജസ്റ്റർ, ആരെങ്കിലും എന്തെങ്കിലും പൂക്കൾ വാങ്ങിക്കൊടുത്തോ അതെനിക്ക് തന്നില്ലല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞ് പിണങ്ങുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ നിങ്ങൾ മറന്നുപോയല്ലോ, നമ്മളുടെ ആനിവേഴ്സറി നിങ്ങൾ മറന്നുപോയല്ലോ, അവർ കണ്ടോ അങ്ങനെ കൊടുത്തു, ഇങ്ങനെ ചെയ്തു, നിങ്ങൾ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള സംസാരങ്ങൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കോൺഫിഡൻസിനെയും ഇവരുടെ ആ ഒരു നിങ്ങളോട് തോന്നുന്ന ഒരു ഇൻറ്റിമസി ഇല്ലായ്മ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാധ്യതകൾ എന്നുള്ളതല്ല, അത് എന്തായാലും ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും അവർക്കുള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണ്, നിങ്ങളെ കൊണ്ട് എന്തിനാ പറ്റുക, നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയില്ല, നിങ്ങൾ ബാക്കിയുള്ളവരെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓപ്പണായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല, എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ, അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ, സോ പിന്നെ അതിനേക്കാളും നല്ലത് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നതല്ലേ, എന്നാൽ അതിനല്ലേ കേൾക്കേണ്ടതുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഈ പുരുഷന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഉൾവലിയാനുള്ള ചാൻസസ് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു അകൽച്ച പിന്നീട് അത് അയ്യോ അങ്ങനെ ആയി, പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ ആയല്ലോ എന്നുള്ള ഫീലിംഗ് അപ്പം നിങ്ങൾക്ക് വന്നു തുടങ്ങും. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, ചില ഭാര്യമാർ ചെയ്യുന്ന ഒരു കാര്യമാണ്,
എന്തെങ്കിലും വഴക്കുണ്ടായാൽ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ട് സെക്സ് ഒരു ബാർഗെയിനിങ് ചിപ്പ് ആക്കുക. അതായത് ബാർഗെയിനിങ് ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റ് മാറ്റാനുള്ള അല്ലെങ്കിൽ തെറ്റ് നിങ്ങൾ തമ്മിലുള്ള അടിൻ്റെ ബേസിൽ നിങ്ങൾ അടി ഓക്കെ ആയി കഴിഞ്ഞാലും നിങ്ങൾ ഹാപ്പി ആയി കഴിഞ്ഞാലും സെക്സ് എന്നുള്ള സാധനം ഇനിയില്ല, ഞാൻ തരില്ല, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നുള്ള രീതിയിലുള്ള അതൊരു പനിഷ്മെൻ്റ് ആക്കി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എനിക്ക് വാങ്ങി തന്നാലേ ഇനി ഞാൻ നിങ്ങൾക്ക് സെക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സമീപിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ. അതായത് ഇതൊരു ബാർഗെയിനിങ് ചിപ്പാണ്. നിങ്ങൾക്ക് അതിൽ ഇമോഷണൽ ഇൻറ്റിമസിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വേണോ എന്നാ ഇത് കിട്ടും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ആ ഇമോഷൻസ് നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനും നിങ്ങളോട് ഇല്ലാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് എപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനറിയാം, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനറിയാം. അതായത് ഇപ്പം പിണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പുരുഷന് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പുരുഷനും സ്ത്രീയും ഒരേ രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ പോലും അവരുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്. പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ പറയുന്നത്, ഒന്ന് കണ്ടറിഞ്ഞ് എന്നോട് ഇതൊക്കെ ചെയ്തുകൂടെ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൂടെ, എന്നെ ഇങ്ങനെ വന്ന് ആശ്വസിപ്പിച്ചുകൂടെ, എനിക്കിതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൂടെ എന്നൊരു കുറ്റപ്പെടുത്തൽ സ്ഥിരമായിട്ട് ഭർത്താക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്. ഭർത്താക്കന്മാർ പറയലേ, അത് പറഞ്ഞാൽ പോരെ, ഞാൻ ചെയ്തു തരുമല്ലോ, എന്താ എന്നോട് പറഞ്ഞാൽ എന്നായിരിക്കും അവർ ഇന്നസെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുരുഷന്മാരെ കുറ്റപ്പെടുത്തി പറയല്ല, പക്ഷെ ദൈവം അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവ് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സ്കില്ലാണ്. അപ്പോൾ പലപ്പോഴായിട്ട് നിങ്ങൾ പറഞ്ഞ് എനിക്കിങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറിയാൽ ഞാൻ ഓക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രാക്ടീസ് ചെയ്ത് ഇത് ഓക്കെ ആവും. ഇത് നോർമലി അവരുടെ ഒരു നോർമൽ ഇങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത് എന്നുള്ള ആ ഒരു രീതി അവർക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ചില കേസുകളുണ്ട്, ചിലപ്പോൾ ചില ഭാര്യമാർ വന്ന് പറയാറുണ്ട്, ഞാൻ തെറ്റിയിട്ടുണ്ടാവും, ആൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ എന്തിനാ തെറ്റിയത്, ഞാൻ തെറ്റിയത് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്തിനാ തെറ്റിയതെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ നോർമലായി വരും എന്നുള്ളത്. കാരണം അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവില്ല, കാരണം പുള്ളി എന്നോട് ഇത് ചോദിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. പലപ്പോഴായിട്ട് പുരുഷന്മാർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ ഓപ്പണായിട്ട് അത് സംസാരിക്കും, അല്ലെങ്കിൽ അവരിതുപോലെ മിണ്ടാതെ ഒരു ഭാഗത്തേക്ക് അവർ ചുരുങ്ങി അവരുടെ സ്വന്തം തോട്ട്സിൽ മുഴുകി അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരാറുണ്ട്. ഇതൊരു നോർമൽ മെൻ സൈക്കോളജിയാണ്. അപ്പോൾ അവരെന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതേപോലെ തന്നെയാണ് സ്ത്രീകൾ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മിണ്ടാതെ പോകുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ നോർമൽ ആവുന്ന പോലെ അവൾ നോർമൽ ആയിക്കോളും എന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ കണ്ടറിഞ്ഞിട്ട് പോകുമല്ലോ, അല്ലെങ്കിൽ ചെയ്യേണ്ടതാണല്ലോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നതിന് പകരം എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങളിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സങ്കടം വന്നു, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വന്നു, എനിക്ക് പേടിയായി, എനിക്കിത് ഇഷ്ടമില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾ ഹസ്ബൻഡിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോട് വിരക്തി തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ വിരക്തി തോന്നാനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ എന്ന് പറയുന്നത്, 1, നിങ്ങൾ തമ്മിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. 2, ബെഡ്റൂമിൻ്റെ ഉള്ളിലല്ലാതെ പുറത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമോ അല്ലെങ്കിൽ ഒരു സംസാരമോ അല്ലെങ്കിൽ ആ ഒരു ചേർത്ത് പിടിക്കലോ ഇല്ലാത്തത് കൊണ്ടാണ്. 3ാമതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള താരതമ്യം, അതായത് നിങ്ങൾ എപ്പോഴും അവരെ താരതമ്യം ചെയ്തുകൊണ്ട് കമ്പാരിസൺ ചെയ്തുകൊണ്ട് അവരുടെ സ്നേഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് പറയുന്നില്ല എന്നുള്ള സാഹചര്യം. അതേപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, സെക്സിന് എപ്പോഴും നിങ്ങളൊരു ബാർഗെയിനിങ് ചിപ്പായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാണ്, നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തായാലും നിങ്ങളോട് താല്പര്യം ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. കംപ്ലീറ്റ്ലി നിങ്ങൾ തന്നെ അവരുടെ ലൈഫിൽ വേണമെന്ന് പോലും അവർ ആഗ്രഹിക്കാത്ത രീതിയിലേക്ക് നിങ്ങളെ മാറ്റി നിർത്താനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റിമസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം.